രാത്രികളിൽ നേരത്തെ കിടന്നുറങ്ങണം, വഅളുകൾ നേരത്തെ വെക്കണം. സംഘാടകരോട് പറയാനുള്ളത്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വഅള് വെക്കണം. പണ്ടാണ് സഹോദരിമാര് സീരിയലിന് അഡിക്റ്റായിരുന്നത്, ഇപ്പൊ അവർക്ക് സീരിയലിന്റെ ആവശ്യമില്ല. അവരതൊക്കെ നിർത്തി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പോഴും ബോധമില്ലാത്ത കുറെ പെണ്ണുങ്ങൾ മാത്രം സീരിയൽ കാണൂ. ബോധമുള്ള ഒന്നും ഇപ്പൊ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് മഗ്രിബ് കഴിഞ്ഞാൽ നമുക്ക് വഅള് വെക്കണം. മഗ്രിബ് കഴിഞ്ഞ് വഅള് വെച്ച് ഒരു 5 ദിവസത്തെ വഅളാണെങ്കിൽ ആ 5 ദിവസം കച്ചവടം നേരത്തെ നിങ്ങൾ കടപൂട്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ കേൾക്കാനും വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഹദീസ് കേൾക്കാനും ദീനിന്റെ മജ്ലിസിൽ പോയിരിക്കാനുള്ള അദമ്യമായ മോഹം കൊണ്ടാണ് നിങ്ങൾ നേരത്തെ കടയടയ്ക്കുന്നതെങ്കിൽ, ഷോപ്പ് പൂട്ടുന്നത് നേരത്തെ നിങ്ങൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ലാഭം ഇരട്ടി തരും, അതിൽ സംശയമില്ല. അള്ളാഹു നിങ്ങൾക്ക് പകരം നല്ല ലാഭം നിങ്ങൾക്ക് തരും. അങ്ങനെ 7 മണിക്ക് വഅള് വെക്ക്. ഇശാ നമസ്കാരത്തിന്റെ ബാങ്കിന്റെ ടൈമിൽ ബ്രേക്ക് ചെയ്. എന്നിട്ട് വീണ്ടും പരിശുദ്ധമായ വഅള് ആരംഭിക്കട്ടെ. 9 മണിക്ക് മുമ്പ് എല്ലാം അവസാനിക്കട്ടെ. അവസാനിച്ച് 9-9:30 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ച് നമസ്കാരം നിർവഹിച്ച് കൃത്യമായ നിലയിൽ നേരത്തെ കിടന്നുറങ്ങാൻ കഴിയും. അങ്ങനെ കിടന്നുറങ്ങിയാലുള്ള ഗുണം, തഹജ്ജുദ് മുടങ്ങില്ല, സുബഹി മുടങ്ങില്ല, ഉറക്കം നഷ്ടപ്പെടില്ല, ആരോഗ്യം നഷ്ടപ്പെടില്ല. ഇതെപ്പോഴാ വഅള്? 10 മണിക്ക് വഅള്. 10 മണിക്ക് വഅള് തുടങ്ങിയാൽ 12 മണി വരെ വഅള്, 1 മണി വരെ പിരിവ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദുആയും സ്വലാത്തും ബഹളവും ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് 1-1:30 മണിയാവും. നേരെ ചെന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ ഉറക്കണം. ഉറക്കിയിട്ട് സഹോദരി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് കിടക്കുമ്പോൾ 2:30 മണിയാവും. പിന്നെ എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുക? അപ്പൊ ഇതിനാരാണ് കാരണക്കാർ? അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ്, നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. എങ്ങനെ ഒരാളോട് മിണ്ടാതിരിക്കും? മിണ്ടാതിരുന്നില്ലേ 3-4 മാസം ലക്ഷ്മണ രേഖ വരച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു അപ്പുറത്ത് കടക്കരുത്. നമ്മൾ ഇരുന്നില്ലേ ലക്ഷ്മണ രേഖയുടെ മുന്നിൽ? ഇല്ലേ? നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ കേട്ടില്ല. ഇപ്പൊ വന്ന് ചേർന്ന് നിൽക്കാൻ പറഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അകന്ന് നിൽക്കുകയാണ്, ഇല്ലേ? സൊഫുകളിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി അന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് അറിഞ്ഞില്ല, നമ്മൾ അകന്നു. ഇപ്പൊ നമ്മൾ അല്പം കൂടെ അകലേണ്ടി വന്നു. തൊടാനറച്ചു, മിണ്ടാനറച്ചു. എല്ലാത്തിന്റെയും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവനോടും പണമുള്ളവനോടും ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പറഞ്ഞപ്പോൾ അവരനുസരിച്ചില്ല. ഇപ്പൊ കൊതിക്കുകയാണ്, അല്ലാഹ് പെട്ടെന്ന് ഹറമിലെത്തിയിരുന്നെങ്കിലും മതിയായിരുന്നു. പോയാലും നമുക്ക് പഴയ ചൈതന്യത്തോടുകൂടി ഈ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ കഴിയണമെന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നൽകിയ സമയം, ആ സമയത്തിൽ നമ്മുടെ രാത്രികളെ നമ്മുടെ പടച്ചവന് വേണ്ടി കുറഞ്ഞ സമയം നമ്മൾ കൊടുക്കും. നേരത്തെ കിടന്നുറങ്ങണം, എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം. രഹസ്യ സംഭാഷണം നടത്തണം പടച്ചവനുമായിട്ട്. അതൊരു സുഖമാണ്, അതൊരു ലഹരിയാണ്. അത് അനുഭവിച്ചവർക്ക്, അത് ആസ്വദിക്കുന്നവർക്ക് അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ സുബഹിക്ക് മുമ്പ്, ബാങ്കിനും 3/4 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വൃത്തിയായി മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബിനോട് കാര്യങ്ങൾ പറയുന്നു. പടച്ചവനെ, ഞാൻ നേരം വെളുത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണം. എന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകണം. എന്റെ ഇബാറത്തുകളെ സ്വീകരിക്കണം. എനിക്ക് ത്വാഅത്തിലുള്ള തൗഫീക്ക് തരണം എന്ന് പറഞ്ഞ് പടച്ചവനോട് മുനാജാത്ത് നടത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നമ്മുടെ രാത്രിയെ നമുക്ക് എങ്ങനെ ധന്യമാക്കാം? അത് പടച്ചവനുമായിട്ടുള്ള മുനാജാത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ് രാത്രികളെ ധന്യമാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലൈക്കും ബിഖിയാമിൽ ലൈലി, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണേ. എന്നാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? ഫഇന്നഹു തക്ഫീറുൽ ലിൽ ഖതായാ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ അത് മതിയെന്ന, ജീവിതത്തിലെ പാപങ്ങൾ ചെയ്യാൻ
തിരിച്ചറിയാത്തവരാരാ? അറിഞ്ഞുമറിയാതെ രഹസ്യമായ പരസ്യമായ രാവിലെ പകലിലുമായി ഒറ്റയ്ക്കും കൂട്ടായി നിരവധി പാപങ്ങൾ നമ്മൾ ചെയ്തു പോയില്ലേ? ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ്? അത് ഈ പറയുന്ന തഹജ്ജുദിന്റെ സമയമാണ്. അള്ളാഹിനു വേണ്ടി പാതിരാത്രി കഴിഞ്ഞ 3-ാം യാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തക്ഫീറുൽ ഖതായാ, നിന്റെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ്. ഇവിടെ മഹാന്മാരായത് എങ്ങനെയാണ്? സഹോദരങ്ങളെ, വലിയ വലിയ മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ വലിയ മഹത്തുക്കളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. ഒരുപാട് മഹാന്മാരാൽ ആരിഫീങ്ങളാൽ ഔലിയാക്കളാൽ ധന്യമായ മണ്ണാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് സൂഫിയാക്കൾ, ഒരുപാട് മഹാന്മാര്, ഔലിയാക്കൾ അള്ളാന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പാടുപെട്ട, പരിശുദ്ധമായ ദീനിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ, പാതിരാത്രികളെ പകലുകളാക്കിക്കൊണ്ട് പരിശുദ്ധമായ ദീനീ പ്രഭാഷണങ്ങൾ നടത്തിയ അള്ളാന്റെ ആരിഫീങ്ങൾ മൺമറഞ്ഞു പോയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. എങ്ങനെയാണ് അവർ ഈ നിലയിൽ എത്തിച്ചേർന്നതെന്നറിയോ? എങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, എങ്ങനെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, എങ്ങനെയാണ് അബുൽ ഹസൻ ഷാദുലി തങ്ങള്, ഇബ്രാഹിം ദസൂഖി തങ്ങള്, അഹ്മദുൽ ബദവി തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തുക്കളെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ നൂറ് കരസ്ഥമാക്കിയത് എന്തിന്റെ പേരിലെന്നറിയോ? അതെല്ലാം ഖിയാമുൽ ലൈൽ കൊണ്ടാ. ഖിയാമുൽ ലൈൽ ഇല്ലാതെ ഒരു മഹാനും മഹാനായിട്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളും മഹാനായിട്ടില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ മഹത്വത്തിന്റെ മേൽ എത്തിച്ചേർന്നത് എന്തിന്റെ പേരിലാണ്? അവര് പാതിരാത്രികൾ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിലാ. വമുത്രിദത്തുൽ ദാഇ അനിൽ ജിസ്മി, നിന്റെ രോഗങ്ങൾക്കെല്ലാം ശമനമാണ് തഹജ്ജുദ് നമസ്കാരം അത്രേ. കോവിഡ് അല്ല, എന്ത് വന്നാലും, എന്ത് വൈറസ് വന്നാലും, എന്ത് ഫംഗസ് വന്നാലും അതിനെയെല്ലാം പോക്കിക്കളയാൻ, അതിനെയെല്ലാം നശിപ്പിച്ച് കളയാൻ നിന്റെ പാതിരാ നമസ്കാരത്തിന് കഴിയുമെന്ന് ലോകത്തിന്റെ മുട്ടേ മദീനയുടെ മണവാള നബിയുൽ ഹറമൈനി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ അസുഖങ്ങൾക്കും മാറാനുള്ള കാരണം രാത്രിയിലെ നമസ്കാരമാണ്. രാത്രിയിലെ നമസ്കാരമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര അസുഖം വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിക്കടി ഇങ്ങനെ വകഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒമിക്രോൺ, ഡെൽറ്റ, എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. മരുന്ന് കമ്പനികളുടെ തട്ടിപ്പാണോ അറിയില്ല, ഇത് വേറെ ആരുടെയെങ്കിലും ഇറക്കുമതിയാണോ അറിയില്ല, ഇത് ഉള്ളതാണോ അറിയില്ല, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ ഈ വിഷയത്തിലെ ജാഹിലീങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭയവിഹ്വലതയുടെ മധ്യയാണ്. ഒന്നോർത്തു വെച്ചോ, എത്ര വലിയ അസുഖമാണെങ്കിലും, എന്തൊക്കെ മാരകമായ രോഗം പിടിപെട്ടാലും, ഈ പാതിരാ നമസ്കാരത്തിലെ പടച്ചവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ തടിയുടെ ആരോഗ്യം, നമ്മുടെ തടിയുടെ സംരക്ഷണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് വിഷമിക്കണ്ട. നമുക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും നമുക്കതൊക്കെ മാറ്റി കിട്ടാൻ നമുക്കുള്ളൊരു അവസരമാണ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയുന്നില്ല, രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? ചായല മാത്രമായി പോരുത്, നിങ്ങളോട് നോക്കണേ. രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? പലരും പറയുന്നത് എന്താണ്? ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. മഹത്വം ഞങ്ങൾക്കറിയാം. എല്ലാ മഹാന്മാരായത് തഹജ്ജുദിലൂടെയാണ്. അറിയാം, നമ്മുടെ എല്ലാ രോഗങ്ങൾക്ക് ശമനം പാതിരാ നമസ്കാരത്തിൽ വെച്ചിട്ടുണ്ട്, അതും അറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ദോഷങ്ങളെയും പൊറുപ്പിക്കാൻ ഈ തഹജ്ജുദിന് കഴിയും, അതും അറിയാം. പക്ഷെ പറ്റണ്ടേ നിസ്കരിക്കാൻ? എനിക്ക് എഴുന്നേക്കാൻ പറ്റണ്ടേ? അതിനിപ്പോ എന്താ മാർഗം? അതിനെന്താണ് മാർഗം? അലാറം വെച്ചാൽ പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല.
കുലിക്ക് വിളിച്ചാൽ പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനേ പറ്റുന്നുള്ളൂ, എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിയുമായിട്ട് കടന്നു വന്നു മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ. എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹജ്ജുദ് നിസ്കരിക്കാൻ, എനിക്ക് പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അതിന് കാരണം പറഞ്ഞു. ആ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് തഹജ്ജുദിന് എഴുന്നേക്കാൻ പറ്റും. അല്ലാഹ് ഭാഗ്യം തരട്ടെ. സ്വല്ലി റക്അത്തൈനി നീ 2 റക്അത്ത് നമസ്കരിക്കൂ ഫി ളുൽമത്തിൽ ലൈലി ളുൽമത്തിൽ ഖബ്രി നബി മുഹമ്മദ് മുസ്തഫ. രാത്രിയുടെ ഇരുളിൽ നീ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം നിന്റെ ഖബറിന്റെ ഉള്ളിലെ ഇരുട്ട് മാറി കിട്ടുന്നതിന് കാരണമാണ് എന്ന് ഖബർ എന്തെന്ന് നമ്മെ പഠിപ്പിച്ച ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നമസ്കരിക്കുന്നത് നമ്മുടെ ഖബറിലെ ഇരുട്ട് മാറി കിട്ടുമെന്നാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എഴുന്നേറ്റ് നമസ്കരിക്കാൻ. അതിനെന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹജ്ജുദ് നമസ്കരിക്കാൻ, എനിക്ക് കഴിയുന്നില്ല പാതിരാ നമസ്കാരം നിർവഹിക്കാൻ. ആ സമയത്ത് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഖയ്യദതുക ഖതീഅതുക വറബ്ബിൽ കഅബ. പടച്ചവനെ തന്നെയാണ് സത്യം, നിന്റെ പാപങ്ങളാ നിന്നെ തടഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം അധികരിച്ചതിന്റെ അള്ളാഹു തന്ന പണിഷ്മെന്റ് ആണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തത്. അപ്പൊ എന്തു വേണം? പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ രാത്രി നമുക്ക് നമസ്കരിക്കാൻ കഴിയും. അങ്ങനെ രാത്രിയിലെ നമസ്കാരം കൊണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള മുനാജാത്തിലൂടെ രാത്രിയെ ധന്യമാക്കി മാറ്റാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി 4 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ, ഒന്നും മിണ്ടാതിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. നോൺ സ്റ്റോപ്പ് പോലെ പോകുന്നത് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കാൻ. മനസ്സിലാകുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, അത് മതി, മനസ്സിലാക്കിയാൽ മതി. നമുക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം അമല് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചായയൊക്കെ പെട്ടെന്ന് കൊടുത്തോ. ഈ ചായ കൊടുക്കലാണ് സദസ്സിനെ നശിപ്പിക്കുന്നത്. എങ്കിലും ഇരിക്കുന്നവർക്കൊരു റാഹത്താണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അത് കൊടുത്ത് തീർക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് രാത്രി എനിക്ക് ധന്യമാക്കണം നിന്നെ മുനാജാത്ത് കൊണ്ട്, നീയുമായിട്ടുള്ള സംഭാഷണം കൊണ്ട്. എഴുന്നേൽക്ക് സുബഹിക്ക് മുമ്പ്, എന്നിട്ട് റബ്ബുമായിട്ട് സംസാരിക്കുക. അത് നമ്മുടെ രാത്രിയെ ധന്യമാക്കാനുള്ള കാരണമാണ്. രണ്ടാമത് പറയുകയാണ്, പടച്ചവനെ നിന്നെ വഴിപ്പെടുന്നതിലൂടെയാണ് എന്റെ പകലുകളെ ധന്യമാകുന്നത്. നിന്നെ അനുസരിക്കുന്നതിലൂടെയാണ് പടച്ചവനെ എനിക്ക് പകലുകളെ ധന്യമാക്കാൻ കഴിയുന്നത്. നിനക്ക് സുജൂദ് ചെയ്യാത്തൊരു പകൽ എനിക്ക് വല്ലാത്ത ശൂന്യതയാണ്. നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാത്ത പകല് എനിക്ക് വല്ലാത്ത നഷ്ടമാ. നിന്നെ വഴിപ്പെടുന്നതിലൂടെയാണ് പടച്ചവനെ എന്റെ പകലുകളാകുന്നത്. നിങ്ങൾക്കറിയോ സഹോദര, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങളുടെ വാക്കുകൾ എത്രത്തോളം വിപ്ലവകരമാണെന്നറിയുമോ? എത്രത്തോളം അതിന് മാസ്മരികതയുണ്ടെന്നറിയോ? ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിലാണോ നബി തങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മുത്തുനബി പറയുകയാണ്, ഇന്നല്ലാഹ ഫറല ഫറായില, അല്ലാഹു ചില ഫറലുകളെ നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലാത്തുളയ്യുഹാ, നിങ്ങൾ അതിനെ പാഴാക്കല്ലേ. 5 നേര പള്ളിയിലെ നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു ഫറലാക്കിയ കാര്യമാ. 15,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പള്ളിയിൽ നമസ്കരിക്കാൻ ആളുകൾ ഉണ്ടാകണം. ഇന്ന് ചില പള്ളികളുണ്ട്, അറിയുമല്ലോ, ഇത്ര മനോഹരമായ പള്ളികളാണ്. ആ പള്ളികളിലേക്ക് കയറിയാൽ തന്നെ വിദേശ നാട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നു. എത്ര മനോഹരമായ ബഹൂർ പുകച്ച് ഊതുകൾ പുകച്ചുകൊണ്ട് എത്ര മനോഹരമായ നിലയിലാണ് എയർ കണ്ടീഷനോട് സെൻട്രൽ AC
AC എത്രയോ പള്ളികളുണ്ട്. പക്ഷേ അവിടെ നമസ്കരിക്കാൻ ഒരു സഫ് ആളെ തികച്ചുണ്ടാവൂല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ചില പള്ളികൾ വലിയ കൗതുകമുള്ളതാണ്, പക്ഷെ നമസ്കരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയില്ല. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ചില പള്ളികളെ കാണാമല്ല മുഞ്ചാണ്, പക്ഷെ ജുമ നിസ്കരിക്കണമെങ്കിൽ പോലെ പ്രാവിൻ കൂട്ടങ്ങൾ വരണം. ചില പള്ളികളെ പ്രാവിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമായി മാറ്റിവെച്ചിട്ടുണ്ട്, നമസ്കരിക്കാൻ ആളുകളില്ല. ആ പള്ളികളുടെ അവസ്ഥ എന്തെന്നറിയോ? ഏതുപോലെയാണ് ആ പള്ളികളുടെ അവസ്ഥ? ഏതുപോലെയാണെന്നറിയോ? ആ പള്ളിയുടെ അവസ്ഥ ഏതുപോലെയാണ്? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. അല്ലേ? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. നല്ല കാണാൻ അഴകുള്ള പശുവാണ്. പശുവിന്റെ ഗുണമെന്താണ്? പശുവിന്റെ ഗുണമെന്താണ്? ചാണകം എടുക്കലാണോ? അല്ല, നമുക്ക് ചാണകം വേണ്ട. ഇന്ന് ചാണകം തിന്നിട്ട് മൂത്രം കുടിച്ചിട്ട് പാലൊഴുക്കി കളയുന്ന ജനത. നമ്മൾ അങ്ങനല്ല. അതിന്റെ ചാണകം കുഴിച്ചിടുന്നു, മൂത്രം കുഴിച്ചിടുന്നു, അതിന്റെ പാല് നമ്മൾ കുടിക്കുന്നു. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് പ്രപഞ്ചത്തിന്റെ നീതി. അതാണ് പ്രപഞ്ചത്തിന്റെ നീതി. അതാണ് ആ പശുവിൽ നിന്ന് ആകെ നമുക്കുള്ള ഗുണം എന്താണ്? പാല് കറന്നെടുക്കാം. ഇതല്ലേ ഉള്ളൂ. ആരും അതിനെ അറുത്തിട്ട് തിന്നാൻ വേണ്ടി നടക്കൂല. നമ്മൾ ഏതെങ്കിലും കടയിൽ കയറിയാൽ തന്നെ ചോദിക്കും, എന്തിറച്ചിയാണ്? ഓ, ഒറിജിനൽ ബീഫാ. പിന്നെ ചോദിച്ചു വരുമ്പോഴാണ് പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ എരുമ. അല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പശുവിൽ നിന്ന് അതിന്റെ ഗുണമായി നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത് പാലാണ്. അപ്പൊ മനോഹരമായൊരു പശു നിൽക്കുന്നുണ്ട്, പക്ഷെ അതിനെ പാല് കറക്കാൻ അതിന്റെ അകിടില് പാലില്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ? പള്ളി മനോഹരമാണ്, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. ശമ്പളം കൊടുത്ത് ഇമാമിനെ നിർത്തിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ മുക്രിയെ നിർത്തിയിട്ടുണ്ട്. ഇത് ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. പള്ളിയാണെങ്കിലും അമ്പര ചുംബിയാണ്. മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾ ലോകാവസാനത്തിന്റെ അടയാളം. മസാജിദുഹും ആമിറ, അമ്പര ചുംബികളായ പള്ളികളാണ്. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, നിസ്കാരമില്ല, ഒന്നുമില്ല. ചിലർ ധരിക്കും പള്ളിയിലെ നിസ്കാരം മാത്രമേ പാടുള്ളൂ. ഇല്ല. ഈ തൃപ്പങ്ങോട്ടൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഈ നാടിന്റെ സെക്രട്ടറിയേറ്റാണ്. ഈ നാടിന്റെ സെക്രട്ടറിയേറ്റാണ്. ഈ മഹല്ലത്തിന്റെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ പരിഹാരം ഈ പള്ളിയിലാണ്. ഇവിടുത്തെ ഓരോരുത്തരുടെയും വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് പള്ളി. മദീന പള്ളിയിൽ കടന്നു വന്ന ഒരു സമൂഹം മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് കയറി വന്ന ചില സഹാബാക്കൾ, മുളർ ഗോത്രത്തിൽപ്പെട്ട അധികം പാവങ്ങളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഒരു മുണ്ടുടുത്തിരിക്കുന്നു, മേൽമുണ്ട് ധരിക്കാൻ അവർക്കില്ല. അവർ പലരും നഗ്നപാതരാണ്, ചെരുപ്പ് വാങ്ങാനുള്ള ഗതിയില്ല. അങ്ങനെ കയറി വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. നമസ്കാരം നിർവഹിച്ചിട്ട് മിമ്പറിൽ കയറി നിന്നിട്ട് ഈ പാവങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം, സ്വർണത്തിന്റെ ഒരു കൂമ്പാരം, വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരം ആ മദീനത്തെ പള്ളിയിൽ ഞാൻ കണ്ടു എന്ന്. പാവപ്പെട്ടവന് വിശപ്പിന്റെ പരിഹാരം കൊടുക്കേണ്ടത് ഈ പള്ളിയാണ്. നിസ്കാരം മാത്രമല്ല പള്ളിയിലുള്ളത്. ഈ പള്ളി ഈ മഹല്ലത്തിന്റെ ഓരോ വിഭാഗത്തിന്റെയും ഓരോ മനുഷ്യരുടെയും പട്ടിണി മാറ്റേണ്ട ഇടമാണ്. അവിടെ സങ്കടങ്ങൾ ഇവിടെയാണ് പരിഹരിക്കേണ്ടത്. ഓരോ മനുഷ്യന്റെയും പള്ളി ആ ജനതയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഇടപെടേണ്ടത് പള്ളിയാണ്. അതുകൊണ്ട് ഈ പള്ളി ഖറാബും മിനൽ ഹുദയാകാൻ പാടില്ല, സന്മാർഗത്തിൽ നിന്ന് വിദൂരമാകാൻ പാടില്ല. അതുകൊണ്ട് നമസ്കാരം വേണം. ഈ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഫലാ തുളയ്യുഹ, പാഴാക്കാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞത് എന്താണ്?
പടച്ചവന് ചില വരകൾ വരച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ പരിധി ലംഘിക്കാൻ പാടില്ല. അല്ല നിങ്ങളോട് ചില വര വരച്ചിട്ട് അപ്പുറത്ത് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കടക്കാൻ പാടില്ല. അല്ലാഹു ചില കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, നിങ്ങളത് ചെയ്യാൻ പാടില്ല. പന്നിയിറച്ചി തിന്നാൻ പാടില്ല, പന്നിയിറച്ചി തിന്നാൻ പാടില്ല, അതല്ല ഹറാമാക്കിയതാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വൽഹമുൽ ഖിൻസീർ, പന്നിയിറച്ചി നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് തിന്നാൻ പാടില്ല. അത് എന്തിന്റെ പേരിലും തിന്നാൻ പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ജില്ല കണ്ണൂരായതുകൊണ്ട് പേടിച്ചിട്ടല്ല, വേണ്ട. മതവിജ്ഞാന വേദികൾ അതിൻ്റെതായ ആ ഒരു മഹത്വത്തിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നു. അതിനെ ഒരിക്കലും നമ്മൾ അതിൽ മുഖം കുത്തി വീഴാൻ പാടില്ല. ഇനി കേൾക്കണേ, ചില കാര്യങ്ങൾ അല്ലാഹു മിണ്ടാതിരുന്നു, ചില കാര്യങ്ങൾ അല്ല മിണ്ടിയിട്ടില്ല. റഹ്മത്തല്ലക്കും, അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ല മറന്നതൊന്നുമല്ല. ഫലാ തബ്ഹസു അൻഹാ, അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ അതെന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? അല്ല ചില ഫർലായ കാര്യങ്ങൾ ഉണ്ടാക്കി, അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം, പാഴാക്കരുത്. ചില വരകൾ വരച്ചു, അങ്ങോട്ട് പോകരുത്. അല്ലേ? ഇവിടെ നോക്ക്, ഇൽമിന്റെ മജ്‌ലിസ്, ഇവിടെ ഒരു വര വരച്ചു. ആരാ വരച്ചത്? അല്ല വരച്ചു. നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ അപ്പുറത്തോട്ട് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗമാണ്. ഈ വരയ്ക്കപ്പുറം ആരും പോകുന്നില്ല. കണ്ടോ? പോകുന്നോ? ഇല്ല. അവരാ വരയ്ക്കിപ്പുറം വരുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മൾ വരച്ച ഒരു വര, അത് കൃത്യമായി നമ്മൾ പാലിക്കുന്നു. പക്ഷേ എന്തേ അള്ളാഹു വരച്ച വരയ്ക്കപ്പുറം നമ്മൾ പോകുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഴുവൻ ചാനലുകളിലൂടെയും ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണരേഖ വരച്ചു, ഇനി ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. നിങ്ങൾ നോക്ക്, നമ്മൾ അനുസരിച്ചില്ലേ? നമ്മൾ പലരും കുടുംബത്തിലായിരുന്നു, പലരും തറവാട്ടിലായിരുന്നു, പലരും ഭാര്യയുടെ വീട്ടിലായിരുന്നു, പലരും മക്കളെ കെട്ടിച്ച വീട്ടിലായിരുന്നു, പലരും പെൺമക്കളെ കെട്ടിച്ചയച്ച വീട്ടിലായിരുന്നു. അവിടെ തന്നെ നിന്നു 2 ആഴ്ച. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വര നമ്മൾ അതിർവരമ്പ് നമ്മൾ ലംഘിച്ചില്ല. പക്ഷെ റബ്ബിന്റെ മുമ്പിലോ, അള്ളാന്റെ മുമ്പിലോ നമ്മൾ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് പറഞ്ഞത്, അല്ല വര വരച്ചു, നിങ്ങൾ അത് ലംഘിക്കാൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ അല്ലാഹു തആല നിഷിദ്ധമാക്കി, അതിൽ നിങ്ങൾ മുഖം കുത്തി വീണ് പോകല്ലേ. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിച്ചു. അവനെ മറന്നത് കൊണ്ടല്ലോ, പിന്നെയോ റഹ്മത്തല്ലക്കും, നിങ്ങളോടുള്ള കരുണ കൊണ്ടാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫലാ തബ്ഹസു അൻഹാ, അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ച് നടക്കരുത്.